ഒരു സിനിമ കാണുമ്പോൾ നിങ്ങൾ എന്തു നോക്കും? ചിലർ നമ്മൾ ഈ തലയിൽ സെപ്റ്റിക് ടാങ്ക്, ഹ്യൂമൻ വേസ്റ്റ്, മനുഷ്യ വിസർജ്യം തലയിൽ ചുമന്നു നടക്കുന്ന ഒരാളെ ഞാൻ കാണിച്ചു തരാം. ആ, ഇതല്ല ഇത് വേറെ. ഇതൊക്കെ കയ്യിൽ നിന്ന് പോയി. ഇത് തന്നെ വിസർജ്യമാണ്. അടുത്താണ് യഥാർത്ഥത്തിൽ ഒരു ബ്രാഹ്മണിക്കൽ ദൈവങ്ങൾ എങ്ങനെയാണ് അതായത് കീഴാള ജനങ്ങൾ എന്ന് പറയുന്ന ആൾക്കാരെ ദൈവങ്ങളെ എങ്ങനെയാണ് ബ്രാഹ്മണിക്കൽ സമൂഹം ബാഹുബലി ലെവലെത്തി വേണമെങ്കിൽ മേക്കിംഗിലേക്ക് എത്തിയെന്നാണ്. അതിനകത്ത് നേരത്തെ ആദ്യത്തെ കാന്താരക്കകത്ത് ഒരു റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ടായിരുന്നു. അതായത് ഒരു ദളിത് വിഭാഗത്തിന്റെ ആ ഒരു റെസിസ്റ്റൻസിന്റെ ഒരു എലമെന്റ് ഇതിനകത്ത് ഫീൽ ചെയ്തില്ല. അതുണ്ട്, പോയി കാണാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ ഒരു ബ്രാഹ്മണിക്കൽ ഇക്കണ്ട കാലം മുഴുവൻ എന്തിനാണ് ശ്രീനാരായണ ഗുരുവും മഹാത്മാ അയ്യങ്കാളിയും നമ്മുടെ നവോത്ഥാന നായകരും എന്തിനാണ് നമുക്ക് ഇത്രയും ശ്രേഷ്ഠമായ ഒരു ഭരണഘടനയും ഡോക്ടർ അംബേദ്കറും ഒക്കെ എന്താണ് ഈ ആൾക്കാരോട് പറഞ്ഞിട്ടുള്ളത്? വെറുപ്പ് അത് പാടില്ല മനുഷ്യന്. ഇത്രയധികം ദുഷിപ്പും വെറുപ്പും ഇവരുടെയൊക്കെ ഉള്ളിൽ. ഇവരുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ അവർണനാണല്ലോ, എനിക്ക് ഈ പറയുന്ന ആൾക്കാരോടൊന്നും യാതൊരു വെറുപ്പും തോന്നുന്നില്ലല്ലോ. ഒരു കാലഘട്ടത്തിൽ ചെയ്തു കൂട്ടിയിട്ടുള്ളതെല്ലാം നമ്മളത് ഒഴികളയാ. ഇൻക്ലൂഡിങ് മുഗൾ സാമ്രാജ്യത്വ കാലത്തുണ്ടായിരുന്ന മുഗളന്മാർ ഈ രാജ്യത്തെ ഹിന്ദുക്കളോട് കാണിച്ച കൂട്ടക്കുരുതികളും തെമ്മാടിത്തരങ്ങളും അന്യായങ്ങളും, ടിപ്പു സുൽത്താൻ ഈ നാട്ടിലുള്ള ഹിന്ദുക്കളോട് കാണിച്ചിട്ടുള്ള ക്രൂരമായ ബലാത്സംഗങ്ങൾ, പീഡനങ്ങൾ, കയ്യേറ്റങ്ങൾ, കൊലപാതകങ്ങൾ, ഇത്രയും സാധനങ്ങളുണ്ട്. അത് കഴിഞ്ഞു, ആ കാലഘട്ടം കഴിഞ്ഞു എന്ന് ചിന്തിക്കാം. പക്ഷേ ഇവനെയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇവൻ മഹാനാണ്, ഇവൻ വലിയ കുണാണ്ടറാണെന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഈ തിരിച്ചു പറയുന്നത് ഇവൻ ചെറ്റയാണെന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ കാന്താര എന്നൊരു സിനിമ ഇറങ്ങി, അതിൽ ഇവൻ ഇപ്പോഴും ഇവന്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇവന് സ്വയം തോന്നുകയാണ് ഇവൻ എന്തോ കുറഞ്ഞവനാണ്, മറ്റവൻ എന്തോ കൂടിയവനാണ്. നമ്മൾ ജീവിക്കുന്ന ഭാരതത്തിലാണ്. ഈ രാജ്യത്ത് ദളിത് വിഭാഗത്തിലുള്ള ഒരാളോ ഇനി നിങ്ങൾ പറയുന്ന പോലെ അവർണന്മാർക്കോ അല്ലെങ്കിൽ സവർണന്മാർക്കോ എല്ലാവർക്കും ഒരേപോലെയാണ്. പിന്നെ പണ്ട് രാജകാലഘട്ടങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ സവർണ കാസ്റ്റിൽപ്പെട്ട ആൾക്കാരായിരുന്നു ഈ ഗവൺമെന്റ് തലത്തിലെല്ലാം വർക്ക് ചെയ്തിരുന്നത്. ആ തലത്തിലേക്ക് മറ്റുള്ളവർ ഉയർന്നു വരാൻ വേണ്ടി സംവരണങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. സംവരണങ്ങൾ കൃത്യമായിട്ട് അവർക്ക് ലഭിക്കുന്നുണ്ടോ നിങ്ങൾ നോക്കാറുണ്ടോ? വാഴയ്ക്ക നോക്കാറുണ്ട് നീയൊക്കെ അവർക്ക് കിട്ടാറുണ്ടോ എന്ന്? ചുമ്മാ പണച്ചിലേ ഉള്ളൂ നിന്റെയൊക്കെ. അവരുടെ കമ്മ്യൂണിറ്റി എല്ലാം നല്ല രീതിയിൽ എത്തുന്നുണ്ടോ? 10-75 വർഷമായല്ലോ പലരും ഭരിക്കുന്ന ഈ നാട്. BJP ഒക്കെ 10-30 വർഷം മുമ്പല്ലേ വന്നത്. അതിനു മുമ്പ് ഇവിടുത്തെ ദളിതരെ മൊത്തമായിട്ട് സംരക്ഷിക്കുന്ന പാർട്ടി ഘടകങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്നിട്ട് നിങ്ങളെ കാഴ്ചപ്പാട് രക്ഷപ്പെട്ടിട്ടില്ല എന്ന് തന്നെയല്ലേ നിങ്ങൾ ഇപ്പോഴും പറയുന്നത്? അവരെല്ലാവരും ദാരിദ്ര്യത്തിലാണ്, അവർക്കൊന്നും പലർക്കും സംവരണങ്ങൾ കിട്ടാറില്ല, കിട്ടുന്നതൊക്കെ തട്ടി തെറിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ കുറ്റക്കാർ ഈ കണ്ട കാലം മുഴുവൻ ഭരിച്ചിരുന്നവരാണ്. നിന്റെയൊക്കെ ഉള്ളിൽ, നിന്റെയൊക്കെ തലയിൽ ഈ ജാതിയുടെ സെപ്റ്റിക് ടാങ്ക് ഇപ്പോഴും കുത്തി നിറച്ചിരിക്കുന്നവര് അതേ ഗണത്തിൽപ്പെട്ടവരാണ്. ഉദാഹരണത്തിന് ശ്യാംകുമാർ, സുനിൽ പി ഇളയിടം, സണ്ണി കാപ്പിക്കാട്, ഇങ്ങനെ പോകും ജാതി വിഷങ്ങൾ സമൂഹത്തിൽ. ഇങ്ങനെ വായിന്നിങ്ങനെ വെറുപ്പിങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും, വിഷം ഇങ്ങനെ വമിച്ചുകൊണ്ടിരിക്കും. അത് നമ്മുടെ ഒന്നും കുട്ടികളുടെ ദേഹത്ത് തട്ടാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഞാനത് നോക്കും. എനിക്കും എൻ്റെ ചുറ്റുപാടുമുള്ളവരുടെ ദേഹത്ത് ഈ വിഷം വന്ന് വീഴാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. ഇതിന്റെ തലയിൽ ആ വിഷം കയറി